ഹായ് ഓൾ, ഏസിയർ എക്സാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സിലബസിൽ പറയുന്ന ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയ പറയുമെന്ന്. പക്ഷേ സിലബസ് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമുക്കൊന്നും ഇതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന് ഒഴിവാക്കാൻ പറ്റിയ ഒരു ഏരിയ ഇല്ല. അതിൽ ഏറ്റവും കീ ആയിട്ടുള്ള എലമെൻറ്റ്സ് തന്നെയാണ് ഓരോ മൊഡ്യൂളും നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുൾ കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് സിലബസിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നും ഓരോ മൊഡ്യൂളിൽ നിന്ന് എത്രത്തോളം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളാണ്. അത് 16 മാർക്കിനാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. ടോട്ടൽ എക്സ്റ്റേണൽ എക്സാം 70 മാർക്കിൻ്റെയാണ്. അതിൽ 16 മാർക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ വരും. അതിൽ മെയിനായിട്ടും തിയറിയും പ്രോബ്ലവും എല്ലാം കൂടെ ഉള്ള ഒരു ഏരിയ ആണ്. അതിൽ ടൈം വാല്യൂ ഓഫ് മണി എന്താണ്, ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ ആന്യൂറ്റി, പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ, അതിൽ തിയറിയും പഠിക്കണം, അതെങ്ങനെയാണ് പ്രോബ്ലത്തിലൂടെ ചെയ്യുന്നതെന്ന് നോക്കണം. നെക്സ്റ്റ് വണ്ണാണ് ആന്യൂറ്റി ആൻഡ് പെർപ്പച്യൂറ്റി. അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ റിക്കവറി, ലോൺ അമോർട്ടൈസേഷൻ, ഇതിൻ്റെ എല്ലാം തിയറിയും പ്രോബ്ലംസ് ഉണ്ടാവാം. ദെൻ സോഴ്സസ് ഓഫ് ഫിനാൻസിങ്ങിൽ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ടേം ലോൺസ്, ലീസ് ഫിനാൻസിങ്, ഹൈബ്രിഡ് ഫിനാൻസിങ്, വെഞ്ചർ ക്യാപിറ്റൽ, അത് തിയറി നോക്കിയാൽ മതി അതെന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് ആൻഡ് പ്രൈവറ്റ് ഇക്വിറ്റിയും വാറൻസ്, കൺവേർട്ടബിൾസ്, ഇതൊക്കെ ജസ്റ്റ് എന്താണെന്ന് നോക്കിപ്പോയാൽ മതി. തിയറി ഏരിയ മാത്രമേ അതിൽ നിന്ന് വരുള്ളൂ. ഇനി സെക്കൻഡ് മൊഡ്യൂളിലോട്ട് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ 18 മാർക്കാണ് എക്സാമിന് ഉണ്ടാവുക. അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണം. ഡിവിഡൻഡ് ഡിസ്കൗണ്ടിങ് ആൻഡ് CAPM മോഡൽ, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇതിൻ്റെയൊക്കെ തിയറിയും പ്രോബ്ലവും. ഓക്കെ, നെക്സ്റ്റ് WACC, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത് നോക്കുക. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, NI അപ്രോച്ചും NOI അപ്രോച്ചും, മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്. ഓക്കെ, അതുപോലെ തന്നെ എബിറ്റ്, EPS അനാലിസിസ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി അനാലിസിസ്, അതിൻ്റെ തിയറിയും പ്രോബ്ലം. ഓക്കെ, ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ മനസ്സിലായി ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല, എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയ ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് മോഡ്യൂളിലോട്ട് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് വെരി ഇമ്പോർട്ടൻറ്റ്. 18 മാർക്ക് അതിൽ നിന്ന് വരും. അതിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ് ഉണ്ട്, ദെൻ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അത് 2 രീതിയിൽ വരുന്നുണ്ട്. IRRൻ്റെ കാൽക്കുലേഷനും മോഡിഫൈഡ് IRRൻ്റെ കാൽക്കുലേഷനും ഒരിക്കലും വിട്ടുപോകരുത്, മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. പേ ബാക്ക് പീരീഡ്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്, റിസ്ക് അനാലിസിസ്. ഓക്കെ, അതിൽ തന്നെ മോണ്ടെ കാർലോ ഉണ്ട്, സെനാരിയോ അനാലിസിസ് ഉണ്ട്, സെൻസിറ്റിവിറ്റി അനാലിസിസ് ഉണ്ട്, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നുണ്ട്. ദെൻ റോൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ബിസിനസ്, അതൊരു തിയറി ഏരിയ ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ബിസിനസ്, അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കുക. ദെൻ ഫോർത്ത് മൊഡ്യൂൾ 18 മാർക്ക് വരുന്ന ഡിവിഡൻഡ് ഡിസിഷനാണ്, ഡിവിഡൻഡ് പോളിസി. ദെൻ തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസി, 2 തിയറീസ്, റിലവൻസ് ഓഫ് ഡിവിഡൻഡ് ഡിസിഷനും റിലവൻസ് ഓഫ് ഡിവിഡൻഡ് ഡിസിഷൻസ് നോക്കുക. ദെൻ വാൾട്ടേഴ്സ് മോഡൽ, ഗോർഡൺ മോഡൽ, മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ച്, ഇമ്പോർട്ടൻ്റ് ആണ്. വാൾട്ടേഴ്സും ഗോർഡനും എല്ലാം മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ 4 മൊഡ്യൂളുകളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഏരിയാസ് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഓർക്കുക 40%, 40% തിയറിയും 60% പ്രോബ്ലം, 40-60 എന്നുള്ള ഒരു റേഷ്യോയിലായിരിക്കും നിങ്ങളുടെ സിലബസ് ഉള്ളത്. അതുകൊണ്ട് ആ റേഷ്യോയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ എസ്സേയിലൊക്കെ മെയിൻ 2 പ്രോബ്ലവും ഒരു തിയറിയൊക്കെ ആയിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് പോവുക. തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലവും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.